തുടരുന്നതിന് സംയുക്ത സഭാ കൗൺസിൽ സഭാ മക്കളെ ആഹ്വാനം ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. കുറച്ചും കൂടി പാവപ്പെട്ട ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഇവന്റെയൊക്കെ ഒരു സമരം. കറുകച്ചാൽ കാളവണ്ടിയും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ചു. വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. തിരുവല്ല കുരിശുമൂട്ടിൽ ചീട്ടുകളി ശല്യം. പോലീസിന്റെ ശ്രദ്ധ പതിയണം. ജനങ്ങൾ അറിയേണ്ട വാർത്ത തന്നെ. നമ്മുടെ ന്യൂസ് പേപ്പറിന്റെ സ്റ്റാൻഡേർഡ് വളരെ പുരോഗമിച്ചിട്ടുണ്ട്. ഇതാരാ? അച്ഛനും? വന്നാട്ടെ വന്നാട്ടെ, ഇരുന്നാട്ടെ. അച്ഛൻ തനിച്ചേ ഉള്ളൂ? കൊച്ചമ്മ മക്കളൊന്നും വന്നില്ലയോ? കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷം, അതുകൊണ്ട് അവരാരും വന്നില്ല. ആഹാ, പാപ്പച്ചായൻ മലയാളം പത്രം വായിക്കുകയായിരുന്നോ? ഓ, എന്നാ പത്രമാശോ, എന്നാ വായിക്കാൻ. കാളവണ്ടിയും സൈക്കിളും കൂട്ടിയിടിച്ചു, ചീട്ടുകളി ശല്യം, MLA സഭയിൽ നിരാഹാരം ഇരിക്കുന്നു. മനുഷ്യർക്ക് ജ്ഞാനം ലഭിക്കാൻ പത്രവായന. പത്രക്കാർക്ക് താഴെക്കൂടെ മേളിക്കൂടെ വയ്യാത്ത സ്ഥിതിയിലാണ്. ജോലി കഴിഞ്ഞില്ലെങ്കിൽ എന്നിട്ട് വന്നാൽ മതി, അതും നടക്കണമല്ലോ. ഓ, അത് ശരി. ഓമനെ, നിങ്ങൾ വന്നിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 1 വർഷം ആയുള്ളൂ. 3 വർഷം ഡിസംബറിൽ തെളിയും. അപ്പച്ചൻ അമേരിക്ക പിടിച്ചു. ഓ, എന്റെ മോളെ, അമേരിക്ക എന്നെ അങ്ങ് പിടിക്കാതെ പോയാ മതിയായിരുന്നു. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു? ദൈവകൃപയാ സുഖം തന്നെ. പുതിയ ആളുകൾ. മക്കളെ, എന്താ നിങ്ങളുടെ പേര്? ഓമനെ എന്നാ എല്ലാരും വിളിക്കുന്നത്. ഇതെന്റെ ചേച്ചിയാ, സുസന്നാമ എന്നാ പേര്. എടാ മോനെ, കൊച്ചുകുഞ്ഞെന്നല്ലേ പേര് പറഞ്ഞേ? മോനെ കൊച്ചുകുഞ്ഞെ, നീ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയിരുന്നു? ഇല്ലല്ലോ അപ്പച്ച. നമ്മുടെ അച്ഛൻ ഒരു പ്രസംഗം പറഞ്ഞിരുന്നു. കുടുംബസമാധാനം എന്നതായിരുന്നു വിഷയം. ഈ അമേരിക്കയിലെ 90% കുടുംബങ്ങളിലും അസമാധാനവും അന്തഃഛിദ്രവുമായി കഴിയുന്നുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റുകയില്ല, എന്നാൽ കുറച്ചൊക്കെ ശരിയുമുണ്ട്. പിന്നെ ഞങ്ങളും വന്നിട്ട് അധിക നാളായില്ലല്ലോ. നിങ്ങളിപ്പോ വന്നല്ലേ ഉള്ളൂ, ക്രമേണ മനസ്സിലായിക്കോളൂ. നാട്ടില് സ്ത്രീകളോട് കാണിക്കുന്ന പോലെ ഇവിടെ കാണിച്ച വിവരം അറിയും. നാട്ടിലാകുമ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. കണ്ടോ നാട്ടിൽ വെച്ച് ഒരു വാക്ക് എതിര് പറയാത്തോ എന്ത് പെട്ടെന്ന് ഇവിടെ ഭാവം മാറിപ്പോയി. നാം പലതും സഹിച്ചും ക്ഷമിച്ചും കണ്ടും കാണാതെയും ഒക്കെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ അത് പറ്റും. ഇവിടുത്തെ കാറ്റിന്റെ പ്രത്യേകതയാണ് സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം. ഇവിടുത്തെ കാറ്റ് വേണ്ടാത്തതൊക്കെ കയറി അടിക്കുന്നുണ്ട്. ഓ, എല്ലായിടത്തും കയറി അടിക്കത്തില്ല. കാറ്റടിക്കാൻ വാതിൽ തുറന്നിട്ടിരുന്നാൽ അടിക്കും. അടയ്ക്കേണ്ടുന്ന വാതിൽ അടച്ചിട്ടിരുന്നാൽ ദോഷമില്ല. അയ്യോ, എത്ര നാൾ അടച്ചിട്ടോണ്ടിരിക്കും അച്ചോ. കാറ്റ് കയറി ഇറങ്ങട്ടെ. കാറ്റിൽ ഉള്ളിരുന്ന വള്ളി പോലെ നമ്മൾ ആകാതിരുന്നാൽ മതി. അതുകൊണ്ട് കാറ്റിനൊരു കുറ്റമില്ല, മനുഷ്യർക്കാണ് കുറ്റം. പ്രതികൂല സാഹചര്യങ്ങളിൽ നാം തോറ്റുപോകാതെ
ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരു കാറ്റിനും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അച്ഛൻ പറയുന്നത് പോലെ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കാൻ തിന്മയിൽ തോറ്റുപോവാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. കാറ്റിന് കുറ്റം പറയാതെ കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാറ്റിന് യാതൊരു കുറ്റവുമില്ല. കുറ്റമുണ്ടോ